ഞങ്ങളെ ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് പുറത്തറിഞ്ഞ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം ഞാൻ അടച്ചിട്ടവരാരും പുറത്തു പോയിട്ടില്ല, പുറത്തു പോവുകയില്ല. എന്റെ ട്രീറ്റ്മെന്റിനോട് ശ്യാമ സഹകരിക്കുകയാണെങ്കിൽ ശ്യാമയെ വളരെ സോഫ്റ്റായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും. അതല്ല, ശ്യാമ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഡോക്ടർക്ക് അപ്പുറത്ത് ഞാൻ ആരാണെന്ന് നിന്നെ കാണിച്ചു തരും. ശ്യാമേ, നീ ഇയാള് പറയുന്ന കേട്ട് പേടിക്കൊന്നും വേണ്ട. ഈ മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയ ശ്യാമയുടെ നേരെ നോക്കാനുള്ള ചങ്കൂറ്റം പോലും ഇയാൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഡോക്ടറാണോ അല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളെ നിങ്ങൾ പുറത്ത് വിട്ടേ പറ്റൂ. ഞങ്ങൾക്ക് പുറത്ത് പോയേ പറ്റൂ. അയ്യോ, ശ്യാമേ, ഒരു ഡോക്ടർക്ക് അപ്പുറത്തേക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ. നീ കേട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. ഞാൻ ഡോക്ടറാണോ അല്ലയോ എന്ന് നിനക്ക് അറിഞ്ഞൂടാന്നല്ല, എനിക്കും അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് നന്നായി അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്: കൊല്ലാൻ. ഒരു മനുഷ്യജീവി പോലും അറിയാതെ ഒരെണ്ണത്തിനെ കൊല്ലാൻ. സ്വന്തം പേരിന്റെ പബ്ലിസിറ്റി, സമൂഹത്തിലുള്ള സ്ഥാനം, ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാമെന്ന് രണ്ടുപേരും കണക്കൂട്ടിയോ? നീയൊക്കെ സെലിബ്രിറ്റികളായിരിക്കും, നാട് മുഴുവൻ അറിയപ്പെടുന്നവരായിരിക്കും. നിന്നേക്കാൾ കൂടിയവർ, നിന്നേക്കാൾ വലിയ സെലിബ്രിറ്റികൾ ഞാൻ വിധിച്ചു കൊടുത്ത മുറികളിൽ ഉറങ്ങിത്തീർത്തിട്ടുണ്ട്. ഇരുന്നിരുന്ന് എരിഞ്ഞു തീർന്നിട്ടുണ്ട്. ഇതെന്റെ ലോകമാടി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ദൈവവും ചെകുത്താനും ഒക്കെ ഞാനാടി. നിന്റെ കൈകാലുകൾ തല്ലിയൊടിച്ച് കണ്ണു ചൂഴ്ന്നെടുത്ത് വികൃതമായ അവസ്ഥയിലേക്ക് നിന്നെ മാറ്റി ഇവിടെ വെച്ച് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്നാ പോലും ഒരുത്തനും എന്റെ അടുത്ത് ചോദിക്കലടി. അറിയാം, ശരിക്കും അറിയാം. നമ്മുടെ തൊട്ടടുത്താ. എന്നെ കാണാൻ എന്റെ അമ്മ വരുമ്പോഴേ ഞാൻ അമ്മയോട് പറയാം, രാധിക ചേച്ചി പോലെ ഒരു ആന്റി ഇവിടെ ഉണ്ടെന്ന്. മോന്റെ അമ്മ എപ്പോഴാ വരിക? അതറിഞ്ഞൂടാ, എപ്പോഴെങ്കിലും വരും. ഞാൻ പോട്ടെ, അല്ലെങ്കിൽ അയാള് വന്നെന്നെ തല്ലും. മോന്റെ അമ്മ വരുമ്പോ മോൻ പറയണേ. ആ, പറയാം. എടുത്തി, ആ മോനെ ദൈവം എത്തിച്ചതാ നമ്മുടെ മുമ്പിൽ. അവൻ പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? ദേവനാരായണ തിരുമേനിയെ കുറിച്ച് പറഞ്ഞില്ലേ? രാധയെ കുറിച്ച് പറഞ്ഞില്ലേ? കൃഷ്ണക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ? പക്ഷെ അവന്റെ നാടേതാണെന്ന് ചോദിച്ചപ്പോ അവന് ഓർമ്മയില്ലല്ലോ. അത് ചിലപ്പോ അവന്റെ അസുഖത്തിന്റെ ആയിരിക്കും. അവന്റെ അമ്മ വരുമ്പോ അവൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവന്റെ അമ്മയായിരിക്കും നമുക്ക് പുറത്തേക്കുള്ള വഴി കാണിക്കുന്നത്. ശരിയാ ശ്യാമേ, അവര് കാണുവാണെങ്കിൽ രാധികയോടോ വരനോടോ നമുക്ക് വിവരം അറിയിക്കാൻ പറ്റും. അവര് വന്ന് രക്ഷിച്ചോളും നമ്മളെ. ഈശ്വരാ, വീണ്ടും പ്രതീക്ഷകൾ തന്നു തുടങ്ങിയല്ലോ. മോളെ, ഞാൻ എന്റെ ബിച്ചുമോനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സുഖമില്ലാത്ത. ആ, പറഞ്ഞു. മോൻ ഏതൊരു ഹോസ്പിറ്റലല്ലേ? മാസത്തിൽ ഒരിക്കലാ അവിടെ പോവാൻ പറ്റുക. ഇന്ന് പോവേണ്ട ദിവസാ. അവിടെ കൊടുക്കേണ്ട കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓ, എത്രയാ അവിടെ കൊടുക്കേണ്ടത്? ഇല്ല മോളെ, കൊറേ എന്റെ കയ്യിലുണ്ട്. ഒരിത്തിരി കുറവേ ഉള്ളൂ. ആ, അല്ല,
അത് കുഴപ്പമില്ല. എത്രയാണെന്ന് വെച്ചാ ഞാൻ തന്നേക്കാം. നന്നായി മോളെ. മോന്റെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? ഡോക്ടർമാരെന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ല സാറേ. സത്യം പറഞ്ഞ നിവൃത്തികേടുകൊണ്ടാ അവനെ ആ ഹോസ്പിറ്റലിൽ വിടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഒരു വല്ലാത്ത പെരുമാറ്റം അവരുടെ. എന്തോ അവരുടെ ഔദാര്യത്തിന് നമ്മൾ കാത്തു നിൽക്കുന്ന പോലെ. 2-3 തവണ ഞാൻ അവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയതാ. അവരോരോ കാരണം പറയും, സമ്മതിക്കൂല. അതെന്ത് കാരണാ പറയുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമ്മളല്ലേ തീരുമാനിക്കുന്നത്? അതൊക്കെ ശരിയാ മോളെ. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചിക്ക് തൃപ്തി ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തില് ഒരു കാരണവശാലും അവനെ നിർത്തരുത്. അതിനിപ്പോ അത്യാവശ്യം ബഹളം വെക്കണമെങ്കിലും ശരി, അവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുന്നേ പറ്റൂ. എനിക്ക് അവിടെ നിർത്താൻ ഒരു താല്പര്യമില്ല സാറേ. ഒരു മാറ്റവും ഇല്ല അവന്. അവനെല്ലാവരോടും നല്ല സ്നേഹവും പെരുമാറ്റവും ഒക്കെയാ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവന്റെ നിയന്ത്രണം വിട്ടു പോകുന്നത്. ഇത് പക്ഷെ ജയിലിലിട്ടിരിക്കുന്നത് പോലെയാ. വരുൺ, ഞാൻ ചേച്ചിയുടെ കൂടെ അവിടെ നിന്ന് പോട്ടെ. എന്താ അവസ്ഥയെന്നറിയാലോ. അല്ല, പോകാറാകുമ്പോഴേക്കും പണിയൊക്കെ തീരുവോ? അത് സാരില്ല, കുറച്ച് നേരത്തെ ഇറങ്ങണം. തീർത്തിട്ട് പോയിട്ട് വരാം. ആ, എങ്കിൽ നന്നായി. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോ രാവിലത്തെ ഭക്ഷണം കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ. എന്താ ചേച്ചി? ആയിക്കോട്ടെ മോളെ, ഞാനും പെട്ടെന്ന് പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ.